ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സേഫ് ആൻഡ് സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. പിന്നെ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ ഒരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റ് ഡിഷാണ് ഓറഞ്ച് ഹൽവ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഓറഞ്ചസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. അപ്പം നമുക്ക് ഓരോ ഓറഞ്ചും നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് ഓറഞ്ച് കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇനി നമുക്കൊരു 1/2 കപ്പ് കോൺഫ്ലോർ വേണം. അത് നമുക്കൊരു ബൗളിലോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒരു 1.5 കപ്പ് നേരത്തെ പിഴിഞ്ഞ ഓറഞ്ച് ജ്യൂസ് നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അത് നല്ലപോലെ കോൺഫ്ലോർ ആയിട്ട് മിക്സ് ചെയ്യണം. 1.5 കപ്പ് ഓറഞ്ച് ജ്യൂസും 1/2 കപ്പ് കോൺഫ്ലോറും കൂടെയാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്നത്. ലംസ് ഒന്നും ഉണ്ടാവില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് ഒന്നും കൂടെ സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. എന്നിട്ടാണ് കോൺഫ്ലോറിലൂടെ ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ജ്യൂസും കോൺഫ്ലവറും കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയൊരുണ്ട് പാനിനകത്തോട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കണം. വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കണം. അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കും. ഇനി ഈ വാട്ടറും ഷുഗറും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആവണം. രണ്ടും കൂടെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആയി കിട്ടണം. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് കിട്ടണം. തിളയ്ക്കുമ്പോഴത്തേന് എല്ലാം നല്ലോണം ബ്ലെൻഡ് ആവും. എന്നിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്തോട്ട് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഷുഗറും നല്ലപോലെ മെൽറ്റായിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ആയി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 പിഞ്ച് ഓഫ് ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കാം. ഓറഞ്ച് ഫുഡ് കളറാണ്. അത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യുന്ന ഓപ്ഷനിലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഹൽവയ്ക്ക് ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടി ആ ഓറഞ്ച് കളർ നല്ലൊരു ഭംഗി കൂട്ടും ഹൽവയ്ക്ക്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഫുഡ് കളർ യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് ഓറഞ്ച് കോൺഫ്ലോറും കൂടെ കലക്കി വെച്ച് മിക്സ്ചർ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഓക്കെ, നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അടിയിലൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഇത് ഒന്ന് കുറുകി വരും. ബട്ട് കീപ്പ് ഓൺ. പക്ഷേ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് തിക്കാവാൻ തുടങ്ങി. നമ്മളപ്പോൾ ഒന്ന് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ഹൽവയാണ്. നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം.
ഓറഞ്ച് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ എന്തായാലും ഓറഞ്ച് ഹൽവ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ഇത് ലംസ് ഉണ്ടാവും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിനു വേണ്ടി നമ്മൾ 4 ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കുറേശ്ശെ ഗീ ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെയും ഓരോരോ ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അടുത്ത 1 ടേബിൾ സ്പൂൺ കൂടെ നമ്മൾ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. സൈഡൊക്കെ നല്ല വടിച്ചെടുക്കുക. നമുക്ക് 1 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഹൽവ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ഇതായി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എല്ലായിടത്തും നല്ല വിട്ടൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഗ്ലോസി ലുക്കുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാൻ ടൈമായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഇച്ചിരി നെയ്യ് തൂത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഹൽവ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ലോണം സെറ്റ് ചെയ്യാം ഈ പ്ലേറ്റിൽ. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല കളറ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഹൽവയാണ്. ഇനി നമുക്ക് കുറച്ച് ആൽമണ്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഈ ബ്ലാക്ക് എൻ്റെ ഇടയ്ക്ക് കാണുന്നത് മറ്റേ ഏലക്കയുടെ പൊടിയാണ്. നമുക്ക് കുറച്ച് ബദാം സ്ലൈസ് വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫ്ലാറ്റ് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ ഹൽവ ഇളക്കിയ സ്പൂണായതുകൊണ്ട് അത് വെച്ച് തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി. ഇനി നമുക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ തണുക്കുന്നിടം വെച്ചിട്ട് നമുക്കിത് നമ്മുടെ ഇഷ്ടാനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ നല്ലപോലെ തണുത്ത് കഴിഞ്ഞ് ഞാനൊരു 10-30 ഒരു അരമണിക്കൂറോളം വെച്ച് തണുക്കാൻ. ഇനി നമുക്ക് ഈ സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. റെഡി, 1 2 3. ടാ! നമ്മുടെ ഓറഞ്ച് ഹൽവ റെഡി. നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് നല്ല അടിപൊളിയായിട്ടാണ്, എന്നാൽ ബ്യൂട്ടിഫുള്ളായി കാണാൻ, നല്ല ഓറഞ്ച് കളർ. ഇനി ഞാനത് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനത് സ്ക്വയർസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഹൽവ ചെറിയ സ്ക്വയർസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഹൽവയാണ്. നല്ല ഫ്ലഫിയാണ്, നല്ല ജെല്ലോ പോലെ ഇരിക്കുന്നത്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മധുരമുണ്ട്. നല്ല വായിലിട്ടുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.